ഡോക്ടറെ, ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഭക്ഷണം എങ്ങനെ ഹെൽത്തി ആയിട്ട് ക്രമീകരിക്കാൻ പറ്റും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ഇന്ന് എല്ലാവിധ ഫുഡ് പ്രശ്നങ്ങൾ വരുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. എല്ലാ സ്നാക്ക് ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോമ്പ് വളരെ ആരോഗ്യപരമായ രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഇപ്പോൾ ഫുഡ് പ്ലേറ്റ് ഒരുവിധ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫുഡ് പ്ലേറ്റ് ഭക്ഷണം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറവായിരിക്കും, പക്ഷേ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് സുലഭമായിരിക്കും. നമ്മുടെ ഫുഡിനെ ഒരു 4 പാർട്ടായിട്ട് മാറ്റിക്കൊണ്ട് ആദ്യത്തെ ഹാഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന് കൊടുക്കുക, രണ്ടാമത്തെ ഹാഫ് എന്ത് ചെയ്യുന്നത് പ്രോട്ടീൻ കൊടുക്കുക, മൂന്നാമത്തെ പോർഷൻ കാർബോഹൈഡ്രേറ്റിന് കൊടുക്കുക, മറ്റേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് ശേഷം മറ്റേത് ഹാഫ് ആക്കിയിട്ട് നോക്കുക. കാരണം പ്രോട്ടീൻ നമുക്ക് എല്ലാ സമയത്തും നോമ്പിന് സുലഭമാണ്. ഇറച്ചിയായാലും മീനായാലും ഫ്രൈഡ് അല്ലാത്ത കറി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് പത്തിരി ആയാലും ചോറായാലും ബിരിയാണി ആയാലും എന്ത് കാര്യങ്ങളായാലും ഒരു 30% ചുരുക്കുകയും ചെയ്യാം. ഈ രൂപത്തിൽ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പിനെ വളരെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള ഡയബറ്റിക് ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിക്കൊണ്ട് മാറുകയും ചെയ്യും.